അപ്പം എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എൻ്റെ ഗ്യാങ് ഇങ്ങനെ ഒരു ടൈമിൽ പോയ ആൾക്കാരെന്ന് പറയുമ്പം അതെനിക്ക് ഒബ്വിയസ്ലി ഗ്യാങ്ങിനൊരു ഡൗൺ ടൈമാണ്. സോ ആ ഒരു ഇതെനിക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ കൂട്ടത്തിൽ കുറേ പേര് ഈ പറയണത് പോലെ സ്ട്രീം ഇതൊക്കെ ചെയ്ത് ഇതാക്കുന്നവരുണ്ട്. പെട്ടെന്ന് വന്ന് നിർത്തുമ്പം അവർക്ക് അവരുടേതായിട്ടുള്ളൊരു കാര്യങ്ങളെ ബാധിക്കും. 12 പേരാണ് TV ഇപ്പം ഇറങ്ങിയിരിക്കുന്നത്. അവരിങ്ങനൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഡിസിഷനെ റെസ്പെക്ട് ചെയ്യുന്നു. എനിക്കതിനപ്പുറത്ത് വേറെ അവനെ കുറ്റം പറയാനും ഒന്നുമില്ല. നിങ്ങൾ ഒരാളുള്ളതുകൊണ്ട് മാത്രമാണ് ഞാനിന്ന് ഈ TV എത്തിയത്. നിങ്ങളാണ് എന്നെ TV കൊണ്ടുവന്നത്. അപ്പം നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ കാണും. ഞാൻ ഈ TV ഇറങ്ങണമെങ്കിൽ അത് വാസവണ്ണ ഇറക്കി വിട്ടാൽ മാത്രമേ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവത്തുള്ളൂ. അതെൻ്റെ വാക്കാണ്. വിഷമിച്ചിരിക്കേണ്ട നമ്മളുണ്ടാകുന്ന എൻ്റെ കൂടെ അത് പാരത്ത് പറഞ്ഞാലും എൻ്റെ കൂടെ തന്നെ കാണും. എന്ത് കാണിക്കടാ പണ്ട് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ട എന്നൊക്കെ ഞങ്ങൾ തീരുമാനിക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് എനിക്ക് ഞാനിത് നിർത്തത്തില്ല. TV ഇവിടെ തന്നെ ഉണ്ടാവും. ചാകാൻ ആർക്ക് പറ്റും? ജീവിച്ച് കാണിക്കാനാ ആരംഭിക്കില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല, എവിടെ തുടങ്ങണമെന്ന് അറിയാൻ പാടില്ല. വാസുമോനെ, മക്കൾ എന്തിനാ വിഷമിക്കുന്നത്? എന്തുണ്ടേലും ഈ അപ്പാപ്പനുണ്ട് മക്കളുടെ കൂടെ. നമുക്കെല്ലാം ഒന്നിന് തുടങ്ങാം. നമ്മുടെ ഈ ഒരു നമ്മള് റീസ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ടീം ഒന്ന് സെറ്റാക്കാനും സെറ്റാക്കാൻ വേണ്ടിയുള്ള നമ്മുടെ ഇനിഷ്യൽ രീതിയിലാണ് കളിക്കുന്നത്. എന്തെങ്കിലും ഒരു അഗ്രസീവ് ആദ്യം കാണിച്ചെങ്കിലും പിന്നെ
രണ്ടുപേരും ശാന്തമായിട്ട് ആലോചിച്ച് കണ്ട് ചെയ്യാമെന്നുള്ള രീതിയിൽ രണ്ട് സൈഡിലായിട്ട് നിൽക്കുകയാണ്. കുറുപ്പൂടത്തേക്ക് ഒരു സൈഡിൽ നിന്ന് വീണ്ടും ഇവർ കറങ്ങിയടിക്കാനുള്ള ശ്രമത്തിലാണ്. എനിക്ക് രണ്ടെണ്ണം മര്യാദക്ക് നിന്ന് അടിച്ചിട്ട് ഉള്ള കഴിവൊന്നുമില്ല എല്ലാവർക്കും പേടിയാണ്. ബാസ് +1000 ചോദിക്കടാ. ജഞ്ചിലെ വാണത്തിനോട് ചോദിക്കും എന്തോ വേണം സംസാരിക്കുന്നത്. സിൽവർ W ലോലൻ ധൈര്യമായിട്ട് പറഞ്ഞോ. തിരിച്ച് പറയണോ? നീ ധൈര്യമായിട്ട് പറഞ്ഞോ. വാ ഈ വണ്ടി അല്ലടാ, മറ്റേ വണ്ടി അതിനുണ്ട് നമുക്ക്. അതിനുണ്ട്. हरगिज झुकेगा नहीं साला. കത്തിച്ചിട്ടേ വരത്തുള്ളൂ. കത്തിച്ചിട്ട് കേട്ടാ. എനിക്ക് വേണ്ടി ജഞ്ചീന അടിക്കുന്നില്ലേ? ഞാൻ അടിച്ചിരിക്കും. വാടാ ഇവന്മാരെന്തിനാണ് കിടന്ന് കൊണക്കണേ? അവൻ വാണമെന്ന് വിളിച്ചിരുന്നൂനെ. അത് തന്നെ ഏറ്റവും വലിയ പ്രശ്നം. നേരെ പൊട്ടിച്ചോ. വില്ലുമോൻ എന്തിനാണോ വാണെന്ന് വിളിച്ചത്? എന്താ ഞങ്ങൾ പരിഹരിക്കുന്നില്ല. നിന്റെ ഉണ്ടാക്കാൻ വന്നായിരുന്നു ഞങ്ങള്. നിന്നെ സെക്യൂരിറ്റിയെ കൊണ്ട് ഞാൻ മോത്തടിപ്പിക്കണം. നീ ഞങ്ങളുടെ സെക്യൂരിറ്റി അടിച്ചിട്ട് പോയാണ് കഴിഞ്ഞ ദിവസം. എടാ സെക്യൂരിറ്റി, മോനെ വന്നേ. ഇവന്റെ ചെവിക്കല് തീർത്ത് ആദ്യം ഒരെണ്ണം കൊടു. അവനെ കൊണ്ട് നിർത്തിയാണ്. അവനെ കൊണ്ട് നിർത്തി. ഇവന്റെ ചെവിക്കല് ഹലോ You know, we can't be everywhere at once. Security and safety at TVA is really everybody's responsibility. നീ കൺസൈൻമെന്റ് അടിക്കാൻ പോണേ ഇതൊന്ന് കാണണോ? ഇന്നത്തോ റിപ്ലൈ വന്നിട്ടുണ്ട്. കൺസൈൻമെന്റ് അടിപ്പിക്കല്ലടാ. ഈ തീരത്തെ ഇവനെ കൊണ്ട് റീസോൺ അടിപ്പിക്കും. കൺസൈൻമെന്റ് അടിപ്പിക്കരുത്. വാടാ.
ജയിച്ചപ്പോ ആരെ അപ്രീഷിയേറ്റ് ചെയ്ത് നമ്മളെ കണ്ടില്ലല്ലോ. ആരും കണ്ടില്ലല്ലോ. തോറ്റപ്പോ വെളിയിലുള്ള തീർത്ഥങ്ങളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കൺസൈൻമെന്റ് അടിക്കാൻ പോയാ കൺസൈൻമെന്റ് അടിക്കണ്ടേടാ, അല്ലാതെ നാട്ടുകാരുടെ സാമാനത്തിന് അടിക്കാൻ നിൽക്കില്ലടാ. ചുണ്ണിയെല്ലാം മുക്കി കിടക്കും, മനസ്സിലായ? നമ്മുടെ ഇവിടെ കുറച്ചാൾക്ക് മുമ്പ് വരെ നമ്മളായിരുന്നു ട്രക്ക് കൊണ്ടുപോകണേ. ഇപ്പൊ ഇവിടെ ഇറക്കുന്നത് പീഡിയാണ് ട്രക്ക് കൊണ്ടുപോകണം, മനസ്സിലായോ? പീഡിയാണ് ട്രക്ക് കൊണ്ടുപോകണം. പീഡിയുടെ കയ്യിൽ നിന്ന് നമ്മൾ അടിച്ചേക്കും. നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുപോകായിരുന്നു നമ്മുടെ അടുത്ത് നിന്ന്. അതിപ്പോ ഒരു ഏകദേശം 1 month ആയിട്ടേ ഉള്ളൂ ചേഞ്ച് ആക്കിയിട്ടെന്നാ പറഞ്ഞത്. കൺസൈൻമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 10050 എന്നാണ് പറയുന്നത്. ട്രക്കിന്റെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് 2003 ആണ്. ഈ 10050 2003 എത്താൻ വേണ്ടിയിട്ട് നമുക്ക് മാക്സിമം കിട്ടുന്ന ടൈം എന്ന് പറയുന്നത് 45 minutes ആണ്. 10:30 ഇത് തുടങ്ങും, കൺസൈൻമെന്റ് തുടങ്ങും. 10:30 കൺസൈൻമെന്റ് തുടങ്ങും. 11:15 2003 ഫസ്റ്റ് എത്തുന്നത്. ഈ ട്രക്ക് 2003 എത്തുന്നതിന് മുമ്പ് സ്പീഡിയുടെ കയ്യിൽ നിന്ന് ഇത് അടിച്ച് കൺട്രോൾ എടുത്തേ പറ്റത്തുള്ളൂ. ഇതാണ് നമ്മുടെ ഇന്നത്തെ നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത്. ഇൻ കേസ് നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും സിറ്റിയിൽ ഏതെങ്കിലും ഒരുത്തമായി വന്ന് കഷ്ടത്തിൽ ചൊറിയുന്നുണ്ടെങ്കിൽ ട്രക്കങ്ങ് വിട്ടേരെ. ഗണ്ണല്ലേ, അത് ഞാൻ മേടിച്ചു തരാം. ബാക്കി നമ്മുടെ ഈ ചൊറിയാൻ വരുന്നവന്മാരുണ്ടല്ലോ, പിന്നെ ജീവിതത്തിൽ ചൊറിയരുത്. ട്രക്ക് നിൽക്കുവാടാ, ട്രക്കോടാ. ജെൻസി ചിലപ്പോൾ ഇത് കഴിഞ്ഞ് വരും. കൺസൈൻമെന്റ് നമ്മൾ അടിച്ചെടുത്ത് എന്തായാലും കടന്റെ വീഡിയോ ചെയ്ത് കൊണ്ടുവരാ. എല്ലാരും ഇല്ലെന്നോ ഒരു എക്സാമ്പിൾ പറയാൻ വേണ്ടി, ഈ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരുത്തൻ ഈ വെളിയിൽ നിൽക്കുന്നതോ അല്ലെങ്കിൽ മുതുക്കി നിൽക്കുന്നതോ, ഞാൻ ആ മുതുക്കിൽ നിന്ന് പറയാം, അവിടെ ഞാൻ പറഞ്ഞ എന്നെ ഒന്ന് വന്ന് തൊട്ടാ ഇപ്പൊ ഈ സിറ്റിയിൽ എത്ര പേര് കയറുമെന്ന് ഞാൻ കാണിച്ചു തരാം കുട്ടിക്ക്. അതെ, കുറച്ച് പുള്ളിയാണ്. ഇവിടെ വന്ന് നമ്മളെ തൊട്ടിട്ട് എന്തായാലും ഈ നാടിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് ഞാൻ. ഇവിടെ കാവലായി നിൽക്കേണ്ടത്. ഞാൻ കൂടെയുള്ളപ്പോൾ അവരുടെ മുഖത്തെ പ്രതീക്ഷ എനിക്ക് കാണാം. എല്ലാം ഇവിടെ അവസാനിച്ചു എന്ന് ഞാൻ കരുതുന്നു. ചിലപ്പോൾ ഇതൊരു തുടക്കം മാത്രമാവാം. നശിപ്പിക്കാനും കൊന്നു തിന്നാനും ഇനിയും പല ശക്തികൾ വന്നേക്കാം. ആരൊക്കെ വന്നാലും നേരിടാൻ തയ്യാറായി ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. എന്റെ നാടിന്റെ രക്ഷകനായി, അവരുടെ സ്വന്തം പരുന്തു ആസി.
അയാളെ ബ്രഹ്മനെ തടുക്കാൻ പറ്റില്ല. മരുന്ന് പറഞ്ഞു തുടങ്ങി. ഇതിലേ കൊറേ പേര് കമന്റ് സെക്ഷനിലെ കൊറേ പേര് വന്നു പറഞ്ഞു സ്കിപ്പ് അടി ഡെയിലി